ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ താഴെ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റുകൾ പറയുന്നുണ്ട്. അതായത് സെലൻസ്കിയാണ് കറക്റ്റ്, അദ്ദേഹം ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത് ഈ പറയുന്ന മിനറൽസിൻ്റെ ഡീല് സൈൻ ചെയ്യാതെ. ബേസിക്കലി ഞാൻ ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് കാണാതാണ് നിങ്ങളിതെല്ലാം അധികം പേരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേക്ക് തീരുമാനിച്ചു, അപ്പോൾ അതിൻ്റെ തമ്പ് കണ്ടപ്പോഴേക്ക് തീരുമാനിച്ചു. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു കാര്യം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ വ്യൂവേഴ്സിനെ അതിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി പറയല്ല. ആദ്യം ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ട് അതിനെപ്പറ്റിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കും. ഇപ്പം പറയാൻ പോകുന്ന വീഡിയോയ്ക്കകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. സെലൻസ്കിയാണ് പൂർണ്ണമായിട്ടും കറക്റ്റ്. എന്താണ് കീറ്റ് സ്റ്റാമറും ഇമാനുവേൽ മക്രോണും, അതായത് പുതിയതായിട്ട് ജർമ്മനിയുടെ വരാൻ പോകുന്ന ചാൻസലർ, സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം. കാരണം നാളെ മുതൽ ഏകദേശം 2 ദിവസം നീണ്ടു നിൽക്കുന്ന യൂറോപ്യൻ സെക്യൂരിറ്റി സബ്മിറ്റാണ് ബ്രിട്ടനിൽ. അപ്പം അതിനകത്ത് ടെലഗ്രാഫ് പത്രവും അതേപോലെ ഗാർഡിയൻ പത്രവും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എന്തോ പറഞ്ഞേക്കുന്നതെന്ന്. കീറ്റ് സ്റ്റാമർ, ഇമാനുവൽ മാക്രോണും ഈ നേതാക്കളെല്ലാം ഉക്രൈൻ്റെ കൂടെയാണ്. കാരണം യൂറോപ്യൻ രാജ്യമാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഇവരോട്, ഈ പറയുന്ന കീറ്റ് സ്റ്റാമറോട്, അഹങ്കാരം പാടില്ല. അതായത് അഹങ്കാരം പാടില്ല, പ്രൈഡ് തന്നെ നശിപ്പിക്കും. അടുത്തെന്താ പറഞ്ഞ്, നിങ്ങൾ പോയി ട്രംപിനോട് ക്ഷമ ചോദിക്കണം. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളുന്ന നേതാവാണ്. ആരാ പറഞ്ഞ്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. എന്താണ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞ്? പോസിറ്റീവായിട്ട് പോയ കാര്യങ്ങൾ അത് ഈ രീതിയിലോട്ട് പോയി. പക്ഷേ ഞങ്ങൾ ഉക്രൈൻ്റെ കൂടാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കരുത് വ്ളാദിമിർ സെലൻസ്കിയുടെ കൂടാണെന്ന് വിചാരിക്കരുത്. ഉക്രൈൻ ജനതയുടെ കൂടാണ്. വാർ നിർത്തണം. എന്താണ് ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ ഈ പത്രത്തിൻ്റെ നിങ്ങൾ ഈ പറയുന്ന ടെലഗ്രാഫ്, ദ ഗാർഡിയൻ, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, ചില ഫ്രഞ്ച് പത്രങ്ങൾ, ന്യൂയോർക്ക് പോസ്റ്റ്, ഈ പത്രങ്ങളൊക്കെ പറയുന്നത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. കാരണം ഇവരെല്ലാം ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഈ അവിടുത്തെ ഇഷ്യൂ കഴിഞ്ഞ ശേഷം നേരെ ലാൻഡ് ചെയ്തത് ബ്രിട്ടനിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കീറ്റ് സ്റ്റാമർ BBC-ക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനടുത്തേക്ക് നോക്കുക, കാരണം യൂട്യൂബിലുണ്ട്. അതിലെന്താ പറയുന്നത്? കാരണം യുദ്ധം നിന്നേ മതിയാവും. ഈ വാർ നിന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ യുക്രൈനെ എഫക്റ്റ് ചെയ്യും. അതിനേക്കാളും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ്. അതുതന്നെയാണ് ഇവരെല്ലാം കൂടെ ടെലിഫോണിലും ബ്രീഫ് ചെയ്തിരിക്കുന്നത്. വ്ളാദിമിർ സെലൻസ്കിയോട് താങ്കളുടെ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ അല്ല, ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവനും ബാധിക്കും. സപ്ലൈ ചെയിനിനെ ബാധിക്കും, ഫർദർ എക്കോണമിയെ ബാധിക്കും, ജോബിനെ ബാധിക്കും, രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. തെറ്റാണ് ഈ പറയുന്ന സെലൻസ്കി ചെയ്തത് എന്ന് തന്നെയാണ് ഈ ലോക നേതാക്കൾ, അതായത് യൂറോപ്യൻ നേതാക്കൾ, അതായത് സെലൻസ്കിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ ഇയാളോട് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ തെറ്റ്. ഞാനിത് മുൻകൂട്ടി പറഞ്ഞു. ഇയാൾ ഈ കാണിച്ച തെറ്റാണ്, കോമാളിയുടെ വേഷം. ഒരു കാരണവശാലും ഈ ഒരു സന്ദർഭത്തിൽ അവിടം വിട്ട് അവിടെ ട്രംപിനുമായിട്ട് അവിടെ സ്പാറ്റുണ്ടായി, വഴക്കുണ്ടായി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് തന്നെയല്ലേ ഈ പത്രങ്ങളൊക്കെ പറയുന്നത്. ഞാനൊരു അഡ്വാൻസ് സ്റ്റേജിൽ പറഞ്ഞു, ഈ പത്രങ്ങൾ ലേറ്ററായിട്ട് പറഞ്ഞു. ഈ പത്രങ്ങൾ ഇതല്ലേ പറയും, എല്ലാം പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്നെ കമൻറ്റ് പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ നെഗോസിയേഷൻ നടന്ന സമയത്ത്, അതായത് റഷ്യയുമായിട്ട് നടന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഉക്രൈനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? ആദ്യം ബോധത്തോടെ സംസാരിക്കുക. ഇത് 2 രാജ്യങ്ങളുടെ അതിർത്തി തർക്കമല്ല ഈ സംഭവം. ഈ 2 രാജ്യം ഒരു രാജ്യത്ത് കയറിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് ഇൻവേഡ് ചെയ്ത് അകത്ത് കയറിയേക്കാണ്.
ഇത്രയധികം ലക്ഷത്തിലും പട്ടാളം 2 സൈഡിൽ കൊല്ലപ്പെട്ടു. ആ ഒരു സന്ദർഭത്തിലാണ് ഇത് വാർ നിർത്താൻ അതായത് നെഗോസിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേജർ പാർട്ട്ണറാണ് റഷ്യ. അതുകൊണ്ടാണ് റഷ്യയുടെ പ്രസിഡന്റുമായിട്ട് 1.5 മണിക്കൂർ ടെലിഫോൺ സംഭാഷണം. അവിടെയും ട്രംപ് പറയുന്നുണ്ട്, പല ആവർത്തി പുടിനോട് സംസാരിച്ചു. അപ്പോൾ അതിനകത്തൊരു ധാരണയുണ്ടായി. ഈ ധാരണ എന്താണ് ഉണ്ടായത്? അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയുമായിട്ട് സംസാരിക്കുവാൻ, അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അവരുടെ അഡ്മിനിസ്ട്രേഷനായിട്ട് സംസാരിക്കുവാൻ അമേരിക്കൻ പ്രതിനിധി മാർക്ക് റൂബിയോ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും സൗദി അറേബ്യയിൽ വെച്ച് കാണുന്നു. കാരണം ടെലിഫോണിക് കോൺവെർസേഷനിൽ നേരിട്ട് സംസാരിച്ച് ഈ രാജ്യവുമായിട്ട് ധാരണയായി. അതായത് റഷ്യയും അമേരിക്കയുമായിട്ട് ധാരണയായി. ആ ധാരണയുടെ പുറത്ത് പിന്നീട് ഇവിടെ ഡിസ്കഷൻ നടക്കുമ്പോൾ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കീവിലാണ്. കാരണം ഇത് മുഴുവൻ അയാളെ ബ്രീഫ് ചെയ്യുവാണ് എന്തൊക്കെയാണ് ഡിസ്കഷൻ നടക്കുന്നത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ടോക്ക് അല്ല ഇത്. 2 പേരെ വിളിച്ചിട്ട് സംസാരിക്കുന്ന പരിപാടിയല്ലോ, പ്രതിയെയും വാദിയും, അങ്ങനല്ല ഇത്. ആദ്യം ഇതിനകത്തൊരു റഷ്യയുടെ ഒരു താല്പര്യം വരട്ടെ. അവർക്ക് എന്തൊക്കെയാണ് ഡിമാൻഡ്? ആ ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ടെലിഫോൺ ടോക്സ് കഴിഞ്ഞിട്ട് ഫേസ് ടു ഫേസ് 2 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ഡിപ്ലോമാറ്റ്സ് നേരിട്ട് സംസാരിക്കുന്നു. മീൻവൈൽ അപ്പുറത്ത് കീവിൽ ഇത് മുഴുവനും അവിടെ വ്ളാദിമിർ സെലൻസ്കി അവിടുത്തെ ക്യാബിനറ്റിനെ ബ്രീഫ് ചെയ്യുന്നു. ഇപ്പം ആ സമയത്ത് സെലൻസ്കി പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തണം. അമേരിക്ക എന്താ പറയുക, എല്ലാവരെയും ഉൾപ്പെടുത്തുക, ആദ്യത്തെ റൗണ്ട് കഴിയട്ടെ. ഇതാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ അറിയാതെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. അന്ന് അമേരിക്ക എന്താ പറഞ്ഞത്? ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് ആർക്കൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആരൊക്കെയാണ് ഉക്രൈനെ സഹായിച്ചത്, എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് കീറ്റ് സ്റ്റാമറും ഇമാനുവൽ മാക്രോണയും വിളിച്ചു വരുത്തുന്നത്. എന്തുകൊണ്ടാണ് ജർമ്മൻ ചാൻസലറെ വിളിക്കാൻ ചോദ്യമുണ്ട്. കാരണം ജർമ്മനിൽ ഇലക്ഷൻ നടക്കുക. കാരണം അവിടെ ഇരിക്കുന്ന ചാൻസലർ തോക്കുമെന്നറിയാം. പിന്നെ അവിടെ ഒരു ആളില്ല. അപ്പോൾ എന്ത് ചെയ്തു? ജർമ്മനിയുടെ സീനിയറായിട്ടുള്ള അമേരിക്കൻ ഡിപ്ലോമാറ്റിനെ വിളിക്കുന്നു, എംബസിയെ വിളിക്കുന്നു. കാരണം അവിടുന്ന് ആൾ വരാനില്ല. ഇതാണ് ടോക്സ് ഉണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞ 4 ഡ്രാഫ്റ്റ് ഉണ്ടായത്. ആദ്യത്തെ ഡ്രാഫ്റ്റ്, രണ്ടാമത്തെ ഡ്രാഫ്റ്റ്, മൂന്നാമത്തെ ഡ്രാഫ്റ്റ്. ഈ 4 ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഉക്രൈനും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എഗ്രി ചെയ്തിട്ടാണ് സൈൻ ചെയ്യാൻ പോയത്. ഇതാണ് സിമ്പിള്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് വന്ന ശേഷം പിന്നീട് ഈ സ്പാറ്റ് ഉണ്ടാകേണ്ട ആവശ്യം എന്തുവാ? ഇതേ ഞാൻ ചോദിച്ചു. ഇത് ബേസിക്കലി ഫോർമലായിട്ട് പോയൊരു ടോക്ക്. ഇതിനെ ചൂട് പിടിപ്പിച്ച ആരാ? ഈ പറയുന്ന കോമാളിയ. അമേരിക്കയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഈ അനുഭവം വന്നാൽ നിങ്ങളിത് സഹിക്കുമോ? അതൊരു നോൺസെൻസ് ക്വസ്റ്റ്യൻ അല്ലയോ? അമേരിക്ക എവിടെ വാറിനൊന്നും പോയില്ല. ഈ വാറിൻ്റെ തുടക്കം എന്തുവാ? ബേസിക്കലി ഈ ഉക്രൈൻ ആ രാജ്യം തീരുമാനിക്കുന്ന നാറ്റോയിൽ അംഗമാകാൻ. അപ്പോൾ റഷ്യ പറഞ്ഞു താക്കീത് കൊടുക്കുന്നു, പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഉക്രൈൻ ആർമിയും ക്ലാപ്പും കോപ്പും ഒന്നുമില്ല. ചെറിയൊരു ഡിഫൻസ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അതും ട്രെയിൻ ചെയ്ത അമേരിക്കയാണ്. ഈ വെപ്പൺസ് മുഴുവനും കൊടുത്തത് അമേരിക്ക, യൂറോപ്പും ഏറ്റവും കൂടുതൽ കൊടുത്തത് അമേരിക്കയാണ്. അല്ലാതെ അവർക്ക് ട്രെയിൻഡ് ഈ സാധനങ്ങളില്ല. കാരണം അങ്ങനൊരു രാജ്യമായിരുന്നു. അപ്പോൾ ഇവരെ തിരിച്ചടിക്കാൻ, അതായത് കീവ് വരെ വന്ന റഷ്യൻ ഫോഴ്സിനെ തിരിച്ച് ബോർഡറിലോട്ട് കൊണ്ടുവിടാൻ ഈ വെപ്പൺസ് ആരാ? അമേരിക്കയാണ് കൊടുത്തത് ഏറ്റവും കൂടുതൽ. ഇവർക്കാരാ ട്രെയിനിങ് കൊടുത്തത്? US ട്രെയിനിങ് കൊടുത്തത്. ജർമ്മനിയൊക്കെ കൊടുത്തു, പക്ഷേ ക്വാണ്ടിറ്റി നോക്കാം, വോളിയം നോക്കാം, ആരുടെയാണ്? അമേരിക്ക കൊടുത്തത്. ഇനി അതേപോലെ ഈ ഉക്രൈന് ഈ സാറ്റലൈറ്റ് സ്പൈ എവിടെയൊക്കെയാണ് റഷ്യയുടെ, അതായത് ഗാരിസൺസ്, അവരുടെ വെപ്പൺസ്, മിഷനറി, ഈ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്, അത് മുഴുവനും കൊടുത്ത അമേരിക്ക. അത് യൂറോപ്യൻ രാജ്യങ്ങളെ സെക്യൂരിറ്റി കൊടുക്കുന്ന അമേരിക്കയാണ്. അതാണ് ട്രംപ് എടുത്ത പല ആവർത്തി പറയും, നിങ്ങളുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടുക, കാരണം ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ മണി കൊണ്ട് നിങ്ങളെ സെക്യൂർ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല.
നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആവണം. ഇതാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ ബജറ്റ് കൂട്ടുന്നത്. നാളെ യൂറോപ്യൻ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞത്? കാരണം യൂറോപ്യൻ എക്കോണമിയെ ബാധിച്ചിരിക്കുന്ന റഷ്യൻ ഉക്രൈൻ വാറാണ്. അവിടുത്തെ എക്കോണമി GDP താഴെ പോയി, ഇൻക്ലൂഡിങ് ജർമ്മനി, ഈ പറയുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ഈ രാജ്യങ്ങളെല്ലാം സഫർ ചെയ്യുകയാണ് സാമ്പത്തികമായിട്ട്. എനർജി ഇഷ്യൂ, കാരണം റഷ്യയുടെ വാങ്ങിക്കൊണ്ടിരുന്നത് അത് മുഴുവൻ സാങ്ഷൻ്റെ പേരിൽ കട്ട് ഓഫായി. ഇത് അത്രമാത്രം കൊടുക്കാൻ ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ അതേ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇഷ്യൂ ഉണ്ട്. ഇത് ഉക്രൈനെ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ അല്ല, ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ, ലോകത്ത് പല രാജ്യങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. അതിന് ഈ കോമാളി കാണിച്ച മണ്ടത്തരം, ഈ മിനറൽ ഡീൽസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ഉക്രൈൻ അൺടാപ്പ് ചെയ്യാത്ത കാര്യം. അവർക്ക് ഈ ടെക്നോളജി ഇല്ല, അവർക്ക് ഇതേപോലെയുള്ള കമ്പനികളില്ല ഇത് ഡ്രിൽ ചെയ്തെടുക്കാനും മൈൻ ചെയ്തെടുക്കാനും. കാരണം അമേരിക്ക കൊടുത്ത പണം അവർക്ക് തിരിച്ചു വേണം. അതിനൊരു വഴിയാണ് അമേരിക്ക പറഞ്ഞത്, ഞങ്ങൾ 350 ബില്യൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, തിരിച്ചു തരാൻ നിങ്ങൾ 10 ജനറേഷൻ എടുത്താലും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്കോണമിയെയും ബൂസ്റ്റ് ചെയ്യാനും ഉക്രൈൻ റീബിൽഡ് ചെയ്യാനും ഞങ്ങൾ സഹായിക്കാം. പക്ഷേ അതിൻ്റെ ടേംസ് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് 50%, 50% നിങ്ങൾക്ക്, 50% ഞങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കാൻ ലാഭം. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്ത് ഉറപ്പെന്തോ, നിങ്ങൾക്ക് ഈ റഷ്യയുമായിട്ടുള്ള ഫർദർ ഈ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഈ ക്രൂഡിൻ്റെ ഇഷ്യൂ ഫർദർ നിങ്ങൾക്കുണ്ടാകില്ല, അത് ഉക്രൈനിൽ നിന്നും തരും. ഇത് സിമ്പിളാണ്. ഇതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ആ ഡീലിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം അവർക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആവും, അവർക്ക് മറ്റുള്ള രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനെയാണ് ഈ പറയുന്ന, ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചതാണ്. പിന്നീട് എന്താണ് ഇയാളോട് പോയിട്ട് വീണ്ടും ഈ സെലൻസ്കി പറഞ്ഞത്, അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്താ അമേരിക്ക പറഞ്ഞത്? അപ്പോളജി ചെയ്യണം. അത് തന്നെയല്ലയോ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞേക്കുന്നത്? അഹങ്കാരം പാടില്ല, അപ്പോളജി ചെയ്യണം. കാരണം അമേരിക്കയാണ് നിങ്ങളെ സഹായിച്ചത്. കാരണം അല്ലെങ്കിൽ ഈ റഷ്യ അങ്ങോട്ട് കയറി കീവിൻ്റെ അവിടെ വരെ എത്തിയതാ. കൂടിപ്പോയി 2 ദിവസം കഴിഞ്ഞ് കീവ് കവർ ചെയ്തത്. അവിടെയാണ് അമേരിക്ക ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് തിരിച്ചടിക്കാനും തുടങ്ങിയത്. ഇതാണ് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്ക്, ഞാൻ വാർ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഈ വാർ റാവേജ് കൺട്രി എന്ന് പറയുന്നത്, വാർ എഫക്റ്റഡ് കൺട്രി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമി കുലുക്കം കാണുന്നതിനേക്കാളും ഭീകരമാണ്. ആ കരുന്ന് നാശമായിക്കളെ. പിന്നീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ബോംബ് വന്നിട്ട് പിന്നെ അത് റീബിൽഡ് ചെയ്യാൻ വലിയ പാടാണ്. അതായത് വളരെ കഷ്ടമാണ്. ഈ ഭൂമി കുലുക്കത്തെക്കാളും കഷ്ടമായിട്ടാണ് ഞാൻ ഈ വാറിനെ കാണുന്നത്. തകർത്ത് നാശമായിക്കളെ. അത് പിന്നെ റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് ഈ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിന്നാലേ അത് റീബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാദ്യം മനസ്സിലാക്കുക. ഇതൊരു ചെറിയ സംഭവമല്ല. അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം, അമേരിക്ക മുമ്പിൽ നിന്നാൽ മാത്രമേ ഈ വാറ് ഇതിനൊരു അൺസർട്ടനിറ്റി സെറ്റിന്, അതായത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ, ഉക്രൈൻ റീബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരുടെ അൺടാപ്ഡ് ആയിട്ടുള്ള ഗ്യാസും LNGയും ഓയിലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റ് ഈ ഉക്രൈൻ്റെ ഈ കടം തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഉക്രൈൻ റീബിൽഡ് ചെയ്യാൻ പണം വേണം. അതേപോലെ റഷ്യയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടേതാണ്, അത് അമേരിക്കയുടേതല്ല. പക്ഷെ അവരെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്. കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് നാറ്റോയ്ക്കകത്തുള്ള രാജ്യമല്ല, നാറ്റോയുടെ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ അല്ല. ഇത് പല ഘടകങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തിനാണ് അമേരിക്ക ഇത്രയും പണം കൊടുത്തത്? ഈ ചോദ്യങ്ങൾ അമേരിക്കയിൽ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായ ചോദ്യങ്ങളാണ്. അതെല്ലാം പറഞ്ഞിട്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ആമിക്കബിൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുക, അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ താല്പര്യം. ഇപ്പം യൂറോപ്പിലുള്ളവർക്കും ഈ ബ്രിട്ടൻ്റെയൊക്കെ എക്കോണമി നോക്കുവാണെങ്കിലും, ഈ പല രാജ്യങ്ങളുടെ എക്കോണമി നോക്കുവാണെങ്കിലും, ഈ ഇത്രമാത്രം ഡീപ്പായിട്ട് എഫക്റ്റഡ് ആയത് ഉക്രൈൻ റഷ്യ വാറുമുണ്ട്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മുഴുവനും താറുമാറായിപ്പോയി.
ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുമ്പം നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഞാൻ പഠിച്ചത്, അതായത് ഈ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം, എൻ്റെ ഒരു അസസ്മെൻ്റാണ്. അവർക്ക് സ്വന്തമായിട്ട് പട്ടാളം ഈ ഇടയ്ക്കാണ് അമേരിക്കൻ സഹായത്തോടു കൂടി ഈ വെപ്പൺസ് പൂർണ്ണമായിട്ടും അമേരിക്കയും ഈ യൂറോപ്യൻ രാജ്യം ഇതെല്ലാം ഇതിനൊന്നും ഒരു പണം കൊടുത്തിട്ടില്ല. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഓരോ പട്ടാളക്കാരനും നമ്മുടെ വെപ്പൺസ് ആണെങ്കിലും വെപ്പണറി സിസ്റ്റം ആണെങ്കിലും അത് മറ്റൊരു ശത്രു രാജ്യം ഡാമേജ് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. കാരണം ഇതിൻ്റെ ഒന്നും പണം ഉക്രൈൻ കൊടുത്തിട്ടില്ല. കാരണം അവൻ അധ്വാനിച്ച പണമൊന്നും അല്ല, എവിടെയും പോയിട്ടില്ല. പിന്നീട് കൊടുക്കാമെന്നുള്ള ഫോർമുലയിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഇത് തന്നെയാണ് ഗാസയെ പ്രശ്നമുണ്ടായത്. അവർക്ക് കിട്ടുന്ന വെപ്പൺസ് എല്ലാം ഇറാനും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അവരധ്വാനിച്ചുണ്ടാക്കിയതല്ല ഇതൊന്നും. ഇത് അധ്വാനിച്ചുണ്ടാക്കിയവന് മാത്രമേ അത് പോകുമ്പോഴുള്ള പെയിൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ ഭീകര രാഷ്ട്രങ്ങളും, അതേപോലെ ഉക്രൈനെ ഞാൻ ഭീകരരാഷ്ട്രമായിട്ടല്ല പറയുന്നത്, അവർക്ക് അവരുടേതാണ് ഇത്രയും ഈ പറയുന്ന വെപ്പൺസ് ആണെങ്കിലും മാൻ പവർ ആണെങ്കിലും അവരുടെ സൈന്യം നശിക്കുന്നു. അത് അധ്വാനിച്ചുണ്ടാക്കിയവർക്ക് മാത്രമേ അതിൻ്റെ പെയിൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കോമാളിക്ക് ആ പെയിൻ ഇല്ലാത്തത്. കാരണം എല്ലാവരും ആൾക്കാരെ സഹായിക്കുക. അയാളുടെ സ്വന്തമൊന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന പാടുപെട്ടുണ്ടാക്കിയതൊന്നുമല്ല. അത് റഷ്യക്കുണ്ട്, കാരണം അവനുണ്ടാക്കിയത്. അവൻ നശിച്ചുകൊണ്ടിരിക്കുക. അവനും എത്രയും പെട്ടെന്ന് ഒരു സീസ്ഫെയർ എഗ്രിമെൻ്റ് വരണം. ഇതാണ് ഈ കോമാളിയുടെ പ്രശ്നം. ഇതിനെ ഞാൻ കോമാളി എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഇറ്റാലിയൻ മെലോനി കോമാളി തന്നെ ആളെ വിളിച്ച്. ഞാനിത് ആദ്യം പറഞ്ഞു, അതാണ് ഞാൻ കാണിച്ച തെറ്റ്. ഇയാൾ കോമാളിയാണ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ മരിച്ച്, ഇത്രമാത്രം ആൾക്കാർ ഡിസ്പ്ലേസ്ഡായി. പെയിൻഫുള്ളാണ് ഈ സംഭവം. ഇതെങ്ങനെങ്കിലും നിർത്തി സെറ്റിൽ ചെയ്ത് ഇഷ്യൂ ആയിട്ട് മാറ്റി ഫ്യൂച്ചറിൽ ഉണ്ടാകാത്ത രീതിയിൽ. കാരണം യൂറോപ്യൻ രാജ്യം അമേരിക്കയും കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാരണ്ടിയാണ് ഈ സംഭവം. ഇയാൾ വഷളാക്കി ഇതിനെ നശിപ്പിച്ച് ഇത് കൊണ്ടുപോയിട്ട് ആർക്കാ ഇതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നേ? ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കുക എന്താണ് ഇഷ്യൂ. ആ ഇഷ്യൂവിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അത് ആമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യണം. ട്രംപ് എന്ന് പറയുന്ന നല്ല കച്ചവടക്കാരന്, നല്ല ബിസിനസ്സുകാരന്. അതൊക്കെ ബിസിനസ് എന്താണെന്നറിയാം. ഇയാളൊരു ജോക്കറാണ്. ബേസിക്കലി കൊമേഡിയൻ ജോക്കർ, കോമാളിയാണ്. രണ്ടുപേരും ഒത്തിരി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ബേസിക്കലി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോ അതിൻ്റെ മറ്റൊരു പരിച്ഛേദനമാണ്. അയാൾ കോമാളി തന്നെയാണ്. എത്രയും വേഗം നിർത്തുക. ഇയാൾ തന്നെ ഇപ്പോൾ തിരിച്ച് കാലം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. കാരണം ഇയാൾക്കല്ലേ അവിടെ കയറാൻ പറ്റൂ. ആലോചിച്ച് എങ്ങനെ കയറാൻ പറ്റും? അതുകൊണ്ടല്ലേ കീ സ്റ്റാമർ പറഞ്ഞ് ഞാൻ വീണ്ടും ട്രംപിനെ കാണാൻ പോകാം. മാക്രോൺ പറഞ്ഞു വീണ്ടും ട്രംപിനെ കാണാൻ പോകാം. കാരണം ഈ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒന്നിനൊരു പരിഹാരമല്ല. അതിനകത്ത് ഏർപ്പെടാൻ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ തിരിച്ചു കൊടുത്ത് എത്ര നാൾ തിരിച്ചു കൊടുക്കാൻ പറ്റും? സൊല്യൂഷൻ ഉണ്ടാക്കണം. അതുമാത്രമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും പറയുന്നത്. ജനങ്ങൾ അനുഭവിക്കുക, ജനങ്ങൾ കൊല്ലപ്പെടരുത്. എന്ന് പറഞ്ഞ് ഒന്നിനൊരു സൊല്യൂഷനല്ല. പക്ഷെ വേണ്ടിടത്ത് അത് ഉപയോഗിച്ചേ മതിയാവത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഡിഫൻസീവ് എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ ഓരോ രാജ്യങ്ങളും കൊണ്ടു നടക്കുന്നത്.